ഇത് മാരുതിയുടെ 800 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ലാതെ ഓടി നിന്ന് പോയതാണ് ഈ വണ്ടി. ഒന്നല്ല, ഒരു 5-6 പ്രാവശ്യം വണ്ടി ഓവർ ഹീറ്റായിട്ട് നിന്ന്. അതുകൊണ്ട് ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അങ്ങനെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അയച്ചു നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഗ്യാസ്കറ്റിന് മാത്രമാണോ അതോ ഹെഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ അതോ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഹെഡ് അയച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വണ്ടി അങ്ങനെ ഓവർ ഹീറ്റായിട്ട് വല്ല നിൽക്കുകയോ വല്ല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കാതെ അവിടെ നിർത്തി തന്നെ മെക്കാനിക്കിന് വിളിച്ച് അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യിക്കണം. അല്ലാതെ നിങ്ങളത് പിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വലിയ പണി വരും. അപ്പം ഏകദേശം നമുക്കിത് ഒരു 1000 രൂപയ്ക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ പിന്നെ ഓവർ ഹീറ്റായിട്ട് ഹെഡ് കംപ്ലൈൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഹെഡ് അയച്ചെടുത്ത് ലൈറ്റിൽ കൊണ്ടുപോയി ഫേസ് ചെയ്ത് പിന്നെ അതിൻ്റെ ലേബർ ചാർജൊക്കെ ആയി നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മാറും. അപ്പോൾ അതിനെക്കാട്ടി നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് കാണിക്കുമ്പോൾ തന്നെ വണ്ടി നിർത്തിയിടുക, എന്നിട്ട് മെക്കാനിക്കിനെ വിളിച്ച് അതെന്താണെന്ന് ചെക്ക് ചെയ്യിക്കുക. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഓയിൽ തമ്മിൽ മിക്സായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനൊരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഹെഡിൻ്റെ വാൽഡോറിൻ്റെ അടപ്പാണ്. നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ഇതിരം വഴിയാണ്. അപ്പോൾ ഈ ഓയിൽ ഒഴിക്കുന്ന ഈ ക്യാപ്പ് ഒന്ന് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ നോക്കിയാൽ മതി. ഇതുണ്ട്, ഈ ഒരു കളർ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇത് വെള്ളവും ഓയിലും തമ്മിൽ മിക്സ് ആകുമ്പോഴാണ് ഈ കളർ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ ഇങ്ങനെ വെള്ളം മിക്സ് ആകുന്നുണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട, നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് കൂടെ നിങ്ങൾ തുറന്നു നോക്കണം. റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് കൂടെ തുറന്നു നോക്കാനായിട്ട് ഇതുണ്ട്, ക്യാപ്പ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇതുണ്ട്, ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് എൻജിൻ പണി തുടങ്ങി പോയി അത് റെഡിയാക്കി എടുക്കുക. ഇതെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ മുടക്കേണ്ട കാലത്ത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് മുടക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഈ റേഡിയേറ്റർ ഫുള്ള് അഴിച്ച് ഇതിൻ്റെ അകത്ത് ഓയിൽ മൊത്തം മിക്സ് ആയിട്ടുണ്ട്. ആ ഓയിൽ മൊത്തം ഈ കവർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അത് ഓയിൽ കിടക്കുന്ന സമയത്ത് വാട്ടർ സർക്കുലേഷൻ പിന്നെ നടക്കത്തില്ല. കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ റേഡിയേറ്ററൊക്കെ മാറി വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുവാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ റേഡിയേറ്റർ മാറി വെക്കത്തേ ഉള്ളൂ. ഇതൊരു വണ്ടിയുടെ ഹെഡിൻ്റെ അവസ്ഥയാണ്. ഓയിൽ മാറാതെ ഇട്ട് ഓടിച്ച് ഇത് പരുവക്കാടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് കാർബൺ പിടിച്ചിരിക്കുന്നുണ്ട്. അത് കട്ട ചെളി കണക്ക് പിടിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓയിൽ മാറായിട്ട് ഓടിക്കുമ്പോഴാണ്. ഓയിൽ കറക്റ്റ് ഒരു 2000 കിലോമീറ്റർ ആയിക്കഴിയുമ്പം ഓയിൽ മാറി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിടിക്കും. ഇത് ഓയിൽ മാറിയിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. ഓയിൽ ഈ അടുത്ത കിടന്നും മാറിയിട്ടില്ല. ഇത് ഓയിൽ മാറിയിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. ഇനി ഈ ഹെഡ് ഫുള്ള് അഴിച്ച് എഴുതി കൊടുത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്യിച്ചെടുക്കണം. ഹെഡ് പോളിഷ് ചെയ്യിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പണി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് തന്നെ മാറിക്കൊടുക്കണം. വേണ്ട, ഇതാണ് ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ അവസ്ഥ. ഇതണ്ട, ഇതിപ്പോൾ ഹെഡ് മൊത്തം പൊളഞ്ഞിരിക്കുകയാണ്. ഇതണ്ട, അതൊക്കെ ഓയിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഓയിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതൊക്കെ കൂടെ കൊണ്ടാണ് ഈ ഹെഡ് ഗ്യാസ്കറ്റ് ഇത് കത്തിപ്പോകാൻ കാരണം. എന്നാൽ വെള്ളം മാത്രമല്ല, ഇതിൻ്റെ ഓയിലും കൂടെ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ അവസ്ഥ.